DGPക്ക് നേരിട്ട് തന്നെ പരാതി പറഞ്ഞിരുന്നു. ഈ മാർച്ചിലെത്തിയവർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്ന് സർവകലാശാല ആസ്ഥാനത്തും രാജ്ഭവന് സമീപത്തുമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ദീപ്തി. ശരി. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് രൂക്ഷമായി തുടരുന്നു. രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പന് നൽകി VC ഉത്തരവിറക്കി. അതേസമയം VCക്കും ഗവർണർക്കുമെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങിയ SFIയും DYFIയും SFI രാജ്ഭവനിലേക്കും DYFI സർവകലാശാലയിലേക്കും മാർച്ച് നടത്തും. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളം ചെറായി പാലത്തിന് സമീപം KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. വടക്കൻ പറവൂരിൽ നിന്ന് കാക്കനാട്ടേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. വാർത്തയുടെ വിവരങ്ങളുമായി ഷൈൻ വർഗീസ് ചേരുന്നു. ഷൈൻ, ഈ ഒരു അപകടം എപ്പോഴാണ് ഉണ്ടായത്? ഈ ഒരു നിലവിൽ ആർക്ക് കൂടുതൽ പരിക്കുകൾ ഉള്ള ആളുകളുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്ന് 8:45 ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത്. വടക്കൻ പറവൂരിൽ നിന്നും കാക്കനാടേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തെ മറികടന്ന് അമിത വേഗതയിൽ എതിരെ വന്ന സ്വകാര്യ ബസ്സിന് സൈഡ് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. ഈ ചെറായി പാലത്തിന് സമീപത്തേക്ക് ഈ KSRTC ബസ് തെന്നി മാറുകയായിരുന്നു. ഡ്രൈവറുടെ സമയോചിതമായ ഒരു ഇടപെടൽ ഉണ്ടായതിനാലാണ് വലിയ അപകടം ഒഴിവായത്. ബസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റാർക്കും ഗുരുതരമായി ആർക്കും പരിക്കേറ്റില്ലെന്ന് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ ഒരു സ്ത്രീയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്ത്രീയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കാലിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഇപ്പോൾ വിവരം. ശരി. എറണാകുളം ചെറായി പാലത്തിന് സമീപം KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. വടക്കൻ പറവൂരിൽ നിന്നും കാക്കനാട്ടേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. ഷൈൻ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്. നെഹ്റു കുടുംബത്തിനെതിരെ വിമർശനവുമായി ശശി തരൂർ. അടിയന്തരാവസ്ഥ ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന വിമർശനം. ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ലേഖനത്തിലാണ് തരൂരിന്റെ വിമർശനം. അച്ചടക്കത്തിനും ആക്രമണത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ക്രൂരതയായി മാറി. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി നയിച്ച നിർബന്ധിത വന്ധ്യകരണ പരിപാടികൾ അതിന് ഉദാഹരണമാണ്. ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വജപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ബലപ്രയോഗവും ആക്രമണവും ഉപയോഗിച്ചുവെന്നും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ലേഖനത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത് ശശി